Good afternoon, all of you, and welcome to the world of statistics. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്ട്രിബ്യൂഷൻ തിയറിയുടെ കുറച്ച് കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആദ്യമേ ഒരു ക്വസ്റ്റ്യൻ വായിക്കാം. ഇഫ് ആൽഫ ഈക്വൽ ടു 1 ഇൻ ദ ഗാമ ഡിസ്ട്രിബ്യൂഷൻ ഇറ്റ് റെഡ്യൂസസ് ടു വിച്ച് അതർ ഡിസ്ട്രിബ്യൂഷൻ? നോർമൽ ആണോ, ബൈനോമിയൽ ആണോ, എക്സ്പോണൻഷ്യൽ ആണോ, പോസ്റ്റോൺ ഡിസ്ട്രിബ്യൂഷൻ ആണോ? അപ്പോ ഇപ്പൊ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ദ ഗാമ ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഓഫൻ യൂസ്ഡ് ടു മോഡൽ. എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗാമ ഡിസ്ട്രിബ്യൂഷൻ മോഡൽ ചെയ്യുന്നത്? ഇനി എക്സ് ഒരു റാൻഡം വേരിയബിൾ ആണെങ്കിൽ അത് ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 2 പാരാമീറ്റേഴ്സ് ആണെങ്കിൽ 1 മൈനസ് എക്സ് എന്തായിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക? അപ്പൊ ഇങ്ങനത്തെ ട്രിക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ ഒരു ഡിസ്ട്രിബ്യൂഷൻ, അതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ മാസ് ഫംഗ്ഷൻ, അതിന്റെ മീൻ വേരിയൻസ് പ്രോപ്പർട്ടീസ്, അത് മാത്രം പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. അപ്പോ ഈ വേറെ രണ്ട് ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തിയറട്ടിക്കൽ കമ്പോണൻസ് നോക്കാം. ഓക്കെ, അതിനായിട്ട് ഞാൻ ആദ്യം ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ബീറ്റ ഡിസ്ട്രിബ്യൂഷൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രോപ്പർട്ടീസ് ഒന്നും പഠിക്കാനില്ല ബീറ്റ ഡിസ്ട്രിബ്യൂഷൻസിന്. ബിക്കോസ് ഇതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻസ് കുറച്ച് കോംപ്ലക്സ് ഫോമിൽ ആയതുകൊണ്ട് തന്നെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനോ അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല. അതൊക്കെ ഒരു ഇൻകംപ്ലീറ്റ് ഫോമിലാണ് ഉള്ളത്. സോ അതൊന്നും നമുക്ക് അങ്ങനെ ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല. പക്ഷെ ഗാമ ഡിസ്ട്രിബ്യൂഷന് ഒരുപാട് ക്യാരക്ടേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് നോക്കാം. അതിനു മുന്നേ നമുക്ക് ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ജനറലി രണ്ട് കൈൻഡ് ആണുള്ളത്, ഫസ്റ്റ് കൈൻഡും സെക്കൻഡ് കൈൻഡും. ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് ആണ് വരുന്നതെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, അതായത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 by beta mn x raised to m minus 1 1 minus x raised to n minus 1. m എന്നും പോസിറ്റീവ്സ് ആയിരിക്കും. ആൻഡ് നമ്മുടെ റാൻഡം വേരിയബിൾ ആയിട്ടുള്ള അവിടെ ആൽഫ അറിയാണ്ട് വന്നു പോയതാണ് കേട്ടോ. ദെൻ അവിടെ നമ്മുടെ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ 0ക്കും 1നും ഇടയ്ക്കായിരിക്കും ഫസ്റ്റ് കൈൻഡിന്റെ കേസിൽ. ഇനി സെക്കൻഡ് കൈൻഡിന്റെ കേസിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെയിം 1 by beta mn x raised to m minus 1 1 minus x raised to n minus 1ന് പകരം ഡിനോമിനേറ്ററിൽ 1 plus x raised to m plus n ആയിരിക്കും. അതാണ് ഡെൻസിറ്റി ഫംഗ്ഷനിൽ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് കൈൻഡ് എന്ന് പറയുമ്പോൾ അതിന്റെ സപ്പോർട്ട് ഓഫ് എക്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. ദാറ്റ് ഇസ് ഇൻ ബിറ്റ്വീൻ 0 and 1 ആണ്. സെക്കൻഡ് കൈൻഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വൈഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് വരിക എക്സിന്. 0ക്കും ഇൻഫിനിറ്റിക്കും ഇടയ്ക്കാണ്. ബാക്കിയൊക്കെ സെയിം ആണ്, എമ്മും എന്നും ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓക്കെ, ഇനി ഫസ്റ്റ് കൈൻഡിന്റെ മീൻ എന്ന് പറയുന്നത് m by m plus n ആണ്. വേരിയൻസ് എന്ന് പറയുന്നത് mn by m plus n the whole square into m plus n plus 1 ആണ്. സെക്കൻഡ് കൈൻഡിന്റെ മീനും വേരിയൻസും എന്ന് പറയുന്നത് മീൻ m by n minus 1 ആണ്. വേരിയൻസ് എന്ന് പറയുന്നത് m into m plus n minus 1 by n minus 1 the whole square into n minus 2 ആണ്. അപ്പൊ മീനും വേരിയൻസും ഞങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആവശ്യമുണ്ട്. ബീറ്റ ഡിസ്ട്രിബ്യൂഷന് കൂടുതൽ പ്രോപ്പർട്ടീസ് ഒന്നും ബൈഹാർട്ട് ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ട് തിരിച്ചു മറിച്ച് ഇതൊക്കെ തന്നെ ചോദിക്കാറുണ്ട്. ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 ഓപ്ഷൻസ് മീൻ വാല്യൂ തന്നിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മീനും വേരിയൻസും രണ്ട് കൈൻഡിനും ബൈഹാർട്ട് ചെയ്ത് വെക്കാം, കൂടുതലൊന്നും അതിലില്ല. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഗാമ ഡിസ്ട്രിബ്യൂഷൻ. ഗാമ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഗാമ ഡിസ്ട്രിബ്യൂഷൻ 3 വെറൈറ്റീസ് ഉണ്ട്. ഗാമ ഡിസ്ട്രിബ്യൂഷൻ 3 വെറൈറ്റീസ് ഉണ്ട്. ഒന്നാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ഓൺലി 1 പാരാമീറ്റർ, ഒരേ ഒരു പാരാമീറ്ററേ ഉള്ളെങ്കിൽ, ഒരൊറ്റ പാരാമീറ്റർ എക്സ്പോണൻഷ്യൽ ഗാമ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളൂ എങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് എക്സ് റേസ് ടു എം മൈനസ് 1 ബൈ ഗാമ എം. അപ്പൊ ഒരേ ഒരു പാരാമീറ്ററേ ഉള്ളൂ എങ്കിൽ, ഒരൊറ്റ പാരാമീറ്ററെ ഗാമ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളൂ എങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഇങ്ങനെയായിരിക്കും. റേഞ്ച് 3 കേസസിലും ഡിഫറൻസ് ഒന്നുമില്ല, എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഓക്കെ, ഇതാണ് ഗാമ ഡിസ്ട്രിബ്യൂഷന്റെ ഒന്നാമത്തെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ഇനി രണ്ടാമത്തെ ഫോം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് തന്നെയാണ്, ഇ റേസ് ടു മൈനസ് എം എക്സ് എക്സ് റേസ് ടു എൻ മൈനസ് 1 എം റേസ് ടു എൻ the whole divided by gamma n. അവിടെയും എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്, എമ്മും എന്നും ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇവിടെ ആൽഫ എന്നാണ് എഴുതിയിരിക്കുന്നത്, സോറി, വെരി വെരി സോറി. അപ്പൊ എം ആൻഡ് എൻ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് 0 അതർവൈസ്. ഓക്കെ,
അപ്പൊ ഇതാണ് രണ്ടാമത്തെ വെറൈറ്റി ഓഫ് ഗാമ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഇവിടെ എന്താ ഡിഫറൻസ് വന്നത്? ഹിയർ എക്സിസ്റ്റ് 2 പാരാമീറ്റേഴ്സ്. ഇവിടെ 2 പാരാമീറ്റേഴ്സ് ഉണ്ട്, എം ആൻഡ് എൻ. ഓക്കെ, ഇനി ഒരു വെറൈറ്റിയും കൂടെ ഉണ്ട്. ഈ 2 പാരാമീറ്ററിന് ഇനി ഒരു ഫോമും കൂടെ ഉണ്ട്. 2 പാരാമീറ്റേഴ്സ് വരുമ്പോ ഒരു ഫോമും കൂടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് ബീറ്റ എക്സ് റേസ് ടു ആൽഫ മൈനസ് 1 the whole divided by gamma alpha beta raised to alpha. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫോം എങ്ങനെയായിരുന്നു നമ്മുടെ പി ഡി എഫിൽ ഉണ്ടായിരുന്നത്? ഇ റേസ് ടു മൈനസ് എം എക്സ് എക്സ് റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു എം റേസ് ടു എൻ, ശരിയല്ലേ, ബൈ ഗാമ എൻ, ഇങ്ങനെയായിരുന്നു. അപ്പൊ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇവിടെ കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ആയിരുന്നു, ഇവിടെ ഡിവിഷൻ ആയി. ബാക്കിയൊക്കെ സെയിം ആണ്. പിന്നെ ഡിവിഷൻ ആയതുകൊണ്ട് തന്നെ എം റേസ് ടു എൻ ഇവിടെ ന്യൂമറേറ്ററിലായിരുന്നു, ഡിവിഷൻ ആയപ്പോൾ ഡിനോമിനേറ്ററിൽ വന്നു. ഈ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ സെയിം ആണ്. ഇതാണ് 3 വെറൈറ്റി ഓഫ് ഗാമ ഡിസ്ട്രിബ്യൂഷൻ. അത് ഒരു വെറൈറ്റി ഞാൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബാക്കി 2 വെറൈറ്റീസിന്റെ മീനും വേരിയൻസും പ്രോപ്പർട്ടീസ് ഒക്കെ സെയിം ആണ്. മീനിനും വേരിയൻസിനും, അതായത് മൊമെന്റ് വാല്യൂകൾക്ക് മാത്രമാണ് ഡിഫറൻസ് ഉണ്ടാവുക. അത് നിങ്ങളൊന്ന് നോക്കി വെക്കാം. ഓക്കെ, നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നതും പിന്നെ മോസ്റ്റ് കോമൺലി പി എസ് സി എക്സാംസിനൊക്കെ ചോദിക്കുന്നതും ഈ ഒരു വെറൈറ്റിയാണ്. ബാക്കി 2 വെറൈറ്റീസും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. മേ ബി ചോദിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. അപ്പൊ അതൊന്ന് നോക്കി വെക്കാം. അപ്പോൾ ഈ വെറൈറ്റി ആണെങ്കിൽ ഇ റേസ് ടു മൈനസ് എം എക്സ് എക്സ് റേസ് ടു എൻ മൈനസ് 1 എം റേസ് ടു എൻ ബൈ ഗാമ എൻ ആണെങ്കിൽ മീൻ വാല്യൂ എന്ന് പറയുന്നത് എൻ ബൈ എം ആയിരിക്കും. വേരിയൻസ് എന്ന് പറയുന്നത് എൻ ബൈ എം സ്ക്വയർ ആയിരിക്കും. എം ജി എഫ് എന്ന് പറയുന്നത് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ 1 മൈനസ് ടി ബൈ എം ദ ഹോൾ റേസ് ടു മൈനസ് എം ആയിരിക്കും. mu3 തേർഡ് സെൻട്രൽ മൊമെന്റ് എന്ന് പറയുന്നത് 2n by m cube. Then beta 1 measure of skewness, that is 4 by n. Beta 2 measure of kurtosis 3 plus 6 by n. ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സ്ക്യൂനെസ് പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ഒന്നും വന്നിട്ടില്ല, സീറോയും അല്ല, അപ്പൊ സിമെട്രിക്കും അല്ല. സോ ഇറ്റ് ഇസ് പോസിറ്റീവ്ലി സ്ക്യൂഡ്. ബീറ്റ 2 3+ ആണ്, സോ അപ്പൊ എന്തായാലും ലെപ്റ്റോകേർട്ടിക് ആണ്. ഓക്കെ, മീൻ, വേരിയൻസ്, MGF ആൻഡ് സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ്. ഇനി കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, ഇപ്പൊ നമ്മൾ പറഞ്ഞ PDF വെച്ചിട്ടാണെങ്കിൽ ഇ റേസ് ടു മൈനസ് എം എക്സ് എക്സ് റേസ് ടു എൻ മൈനസ് 1 എം റേസ് ടു എൻ ബൈ ഗാമ എൻ, ഈ ഒരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ വെച്ചിട്ടാണെങ്കിൽ ഇഫ് എം ലെസ് ദാൻ 1 ആവുമ്പോൾ വേരിയൻസ് ഗ്രേറ്റർ ദാൻ മീൻ ആവും, ഓർത്ത് വെക്കാം. ഇനി എം ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലോ വേരിയൻസ് ലെസ് ദാൻ മീൻ ആവും. ഇനി എം ഈക്വൽ ടു 1 ആണെങ്കിലോ വേരിയൻസ് ഈക്വൽ ടു മീൻ ആവും. ഈ പ്രോപ്പർട്ടി ഒന്ന് ഓർത്ത് വെക്കാം. എം ലെസ് ദാൻ 1 ആണെങ്കിൽ, എം ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ, അപ്പൊ ഓപ്പോസിറ്റ് ഓർത്താൽ മതി. എം ലെസ് ദാൻ 1 ആണെങ്കിൽ വേരിയൻസ് ഗ്രേറ്റർ ദാൻ മീൻ ആയിരിക്കും, എം ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ വേരിയൻസ് ലെസ് ദാൻ മീൻ ആയിരിക്കും, എം ഈക്വൽ ടു 1 ആണെങ്കിൽ വേരിയൻസ് ഈക്വൽ ടു മീൻ ആയിരിക്കും. അത് ഓർത്ത് വയ്ക്കാം. ഇനി നമ്മുടെ ഈ ഒരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഗാമ ഓഫ് എം കോമ എൻ എന്നാണ്. ഗാമ ഓഫ് എം കോമ, ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്ത് വെക്കുന്നത്, ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഗാമ ഡിസ്ട്രിബ്യൂഷന് എന്നിന്റെ വാല്യൂ നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഗാമ M1. അത് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് കൺവേർട്ട് ആവും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഗാമ MN ഡിസ്ട്രിബ്യൂഷനില് എന്നിന് 1 കൊടുക്കുമ്പോൾ അത് എന്തായിട്ട് മാറും? എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് മാറും. ഇനി ഗാമ ഡിസ്ട്രിബ്യൂഷന്റെ അഡിറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് x1 x2 etc xn follows gamma mni. That is, x1 follows gamma mn1, x2 follows gamma mn2, x3 follows gamma mn3, etc. up to. അങ്ങനെയാണെങ്കിൽ they were independent also and identical also ആണല്ലോ. അങ്ങനെയാണെങ്കിൽ x1 plus etc plus xn എന്തായിരിക്കും ഫോളോ ചെയ്യുന്നത്? ഗാമ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് m n1 plus n2 plus etc plus n ആയിരിക്കും. എത്ര എണ്ണം ഉണ്ടോ അത്രയും. ഇപ്പൊ നമ്മളൊരു k എന്നാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ k. ഓക്കെ, അപ്പോ ഇതാണ് ഗാമ ഡിസ്ട്രിബ്യൂഷന്റെ അഡിറ്റിവിറ്റി എന്ന് പറയുന്നത്.
ഇനി നമുക്ക് പറയാനുള്ള ഒരു കാര്യം, അപ്പൊ അഡിറ്റീവ് പ്രോപ്പർട്ടി ഇങ്ങനെയാണ്, ഓർത്തു വെക്കാം. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എക്സ് ഫോളോ ചെയ്യുന്നത് ഗാമ എൻ വൺ ആണ്. ഗാമ എൻ വൺ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഗാമ എൻ വൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഗാമ 1 എൻ വൺ, അതായത് എം അവിടെ 1 ആയെന്നാണ് അർത്ഥം. ഗാമ എൻ വൺ എന്ന് ഉദ്ദേശിക്കുന്നത് എം അവിടെ 1 ആയി എന്നാണ്. അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക ബൈഹാർട്ട് ചെയ്യുന്നതിന് മുന്നേ. ചിലപ്പോ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരിക, ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ ഇത് കണ്ടിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. ഓക്കെ, അപ്പോ എക്സ് ഫോളോ ചെയ്യുന്നത് ഗാമ എൻ വൺ, വൈ ഫോളോ ചെയ്യുന്നത് ഗാമ എൻ ടു, ആൻഡ് ദേ വെർ ഇൻഡിപെൻഡന്റ്. അപ്പൊ എക്സ് പ്ലസ് വൈ എന്തായിരിക്കും? ഗാമ എൻ വൺ പ്ലസ് എൻ ടു ആയിരിക്കും. അതൊന്ന്. എക്സ് ബൈ എക്സ് പ്ലസ് വൈ എന്തായിരിക്കും? ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് ആയിരിക്കും, വിത്ത് പാരാമീറ്റേഴ്സ് n1 and n2. എക്സ് ബൈ വൈ എന്തായിരിക്കും? ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ് ആയിരിക്കും, പാരാമീറ്റേഴ്സ് n1 and n2. വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഞാൻ അതിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും എടുത്തിട്ടില്ല, ബിക്കോസ് അത് ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ എക്സും വൈയും ഗാമയാണെങ്കിൽ എക്സ് ബൈ എക്സ് പ്ലസ് വൈ ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ്, എക്സ് ബൈ വൈ ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ്. അത് അങ്ങനെ ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് മൂവ് ചെയ്യാം. First question, what is the value of the gamma function at 1/2? 1/2 എന്ന് പറയുന്ന പോയിന്റിൽ, അതായത് ഗാമ 1/2ന്റെ ആൻസർ എന്താണ്? അത് പഠിച്ചു വെച്ചോ. ഗാമ 1/2 എന്ന് പറയുന്നത് റൂട്ട് പൈ ആണ്. ഇതൊരു വളരെ ചെറിയ ക്വസ്റ്റ്യൻ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ, പക്ഷെ ഇതൊരു PSC എക്സാമിന് ചോദിച്ചതാണ്. അപ്പൊ ഗാമ 1/2ന്റെ ആൻസർ റൂട്ട് പൈ ആണ്. ഓപ്ഷൻ എ. ഓപ്ഷൻ എ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഗാമ 5/2. ഗാമ 5/2ന്റെ ആൻസർ എന്താണ്? അതും വളരെ ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഗാമ 5/2 ഈ ക്വസ്റ്റ്യൻ ഞാൻ എടുത്ത എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാമയുടെ ഒരു പ്രോപ്പർട്ടി പറയാൻ കൂടെയാണ്. ഗാമ പി എന്ന് പറയുന്നത് P-1 ഗാമ P-1 ആണ്. ഇത് ഓർത്തു വെക്കണം. കാര്യം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ, ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വേണം ചെയ്യാൻ. അപ്പൊ ഗാമ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P-1 ഗാമ P-1, അതായത് ഗാമ 5/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5/2 മൈനസ് 1 ഗാമ 5/2 മൈനസ് 1. 5/2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 3/2 ഗാമ 3/2. പോരാ, ഇത് ഓപ്ഷനിൽ ഇല്ല, പൈയിലാണ് ഓപ്ഷനിൽ ഉള്ളത്. അപ്പൊ പൈയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ നോക്ക്. 3/2 അവിടെ നിൽക്കട്ടെ. ഗാമ 3/2നെ എങ്ങനെ എഴുതാം? എഗൈൻ ഇത് കൊടുക്കാം, P-1 ഗാമ P-1. അപ്പോ 1/2 ഗാമ 1/2. അപ്പൊ 3/4 ഗാമ 1/2 എന്താണെന്നാ ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞത്? റൂട്ട് പൈ. സോ റൂട്ട് പൈ. അപ്പോ 3/4 റൂട്ട് പൈ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്ക്? 3/4 ആ ഉണ്ട്. റൂട്ട് പൈ എന്ന് പറഞ്ഞാൽ π⁻1/2. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 3/4 π⁻1/2. അത് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ആൽഫ ഈക്വൽ ടു 1 ഇൻ ദ ഗാമ ഡിസ്ട്രിബ്യൂഷൻ. കണ്ടോ, പാരാമീറ്റേഴ്സിന്റെ ഡിനോട്ടേഷൻ എന്ത് വേണമെങ്കിലും ആവാം. എമ്മോ എന്നോ ആൽഫയോ ബീറ്റയോ എന്ത് വേണമെങ്കിലും ആവാം. എന്താണെങ്കിലും ഗാമ ഡിസ്ട്രിബ്യൂഷനിൽ പാരാമീറ്റർ 1 ആയാൽ അത് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ ഓപ്ഷൻ സി. ഇവിടെ ഏത് വെറൈറ്റി ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതെന്തായിരിക്കും? 1 പാരാമീറ്ററിന്റെ കേസ് ആയിരിക്കും. 1 പാരാമീറ്ററിന്റെ കേസ് ആയിരിക്കും ഇവർ ഉദ്ദേശിച്ചത്. 1 പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ e⁻⁻x x⁻m−1/Γ. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായി? ഗാമ 1 ആണ്, അത് പോയി. ദെൻ x⁻1−1 x⁻0 അതും പോയി. അപ്പൊ e⁻−x മാത്രം. അപ്പൊ 1 e⁻−x. അവിടെ ലാംഡ 1 ആക്കിയാൽ മതി എക്സ്പോണൻഷ്യലില്. അപ്പോ അത് ഏത് റേറ്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ, എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. നെക്സ്റ്റ് വൺ, ദ ഗാമ ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഓഫൻ യൂസ്ഡ് ടു മോഡൽ. ഗാമ ഡിസ്ട്രിബ്യൂഷൻ എന്ത് മോഡൽ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്? ദ നമ്പർ ഓഫ് സക്സസസ് ഇൻ എ ഫിക്സഡ് നമ്പർ ഓഫ് ട്രയൽസ്. നമ്പർ ഓഫ് സക്സസ് ഒന്നും എന്തായാലും വരില്ല, ബിക്കോസ് അത് ഡിസ്ക്രീറ്റിലേക്ക് മാറും അല്ലെ. ഗാമ ഡിസ്ട്രിബ്യൂഷൻ ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനാണ്. ദെൻ ഓപ്ഷൻ ബി, വെയിറ്റിംഗ് ടൈംസ്. അതിനുള്ള ചാൻസ് ഉണ്ട്, കാരണം ഗാമ ഡിസ്ട്രിബ്യൂഷൻ റെഡ്യൂസ്ഡ് ടു ദ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന് വെയിറ്റിംഗ് ടൈം ഉണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഓപ്ഷൻ സി,
ദ ഔട്ട്കം ഓഫ് എ കോയിൻ ഫ്ലിപ്പ് അതെന്തായാലും വരില്ല, ബിക്കോസ് അതും ഡിസ്ക്രീറ്റിലേക്ക് പോകും. ദ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് അറൈവിംഗ് അറ്റ് എ സ്റ്റോർ അതും വരില്ല, ബിക്കോസ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അത് പോയിസോണിലേക്കൊക്കെയാണ് പോവുക, ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസിലേക്കാണ്. നമ്പേഴ്സ് വരുമ്പോൾ അത് ഡിസ്ക്രീറ്റിലേക്കാണ് പോവുക. അപ്പൊ ആകെ വരാൻ ചാൻസ് ഉള്ളത് ഓപ്ഷൻ ബി, വെയിറ്റിംഗ് ടൈംസ് ഓർ ലൈഫ് ടൈംസ്. വെയിറ്റിംഗ് ടൈം ഒക്കെ നമ്മൾ കണ്ടിന്യൂസ് ആണ്, പോരാഞ്ഞിട്ട് ഗാമ എക്സ്പൊണൻഷ്യലിലേക്ക് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ ബി. Last question. X is a random variable that following a beta distribution with parameters m and n. Then what is the distribution of 1 minus x? X beta mn ആണെങ്കിൽ 1 minus x എന്തായിരിക്കും? അതിപ്പോ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോ. ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാരാമീറ്റേഴ്സ് n ആൻഡ് m ആയിരിക്കും. പാരാമീറ്റേഴ്സ് റിവേഴ്സ് ചെയ്താൽ മതി. അതായത് x ഫോളോസ് ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് mn ആണെങ്കിൽ 1 minus x ഫോളോസ് ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് nm. അത് പഠിച്ചു വെച്ചോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒക്കെ ഭാഗത്തു നിന്നുണ്ട്, ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. നമുക്ക് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് മാത്രമായിട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻസ് അങ്ങ് തീർക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന്, അതുകൊണ്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ ആ നമ്പറിൽ വാട്സാപ്പ് ചെയ്ത് ചോദിക്കാം. നോട്ട്സോ കാര്യങ്ങളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, നോട്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ wait for the next video and thank you for watching.